ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡിലെ പരിസര പഠനം പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് രോഗങ്ങളും അവ പരത്തുന്ന രോഗകാരികളെ കുറിച്ചും എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊക്കെ രോഗങ്ങളാണ്, അത് ആരൊക്കെയാണ് പരത്തുന്നത് എന്ന് നോക്കാം. ഡെങ്കിപ്പനി, കൊതുക്, മഞ്ഞപ്പിത്തം, ഈച്ച, ചിക്കൻ ഗുനിയ, കൊതുക്, എലിപ്പനി, എലി. പിന്നെയോ ഇത് മാത്രമേ ഉള്ളൂ? അല്ല, ഒരുപാട് രോഗങ്ങളുണ്ട്. കൊതുക് പരത്തുന്നത് മന്ത്, എലിപ്പനി, മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഒക്കെ കൊതുകാണ് പരത്തുന്നത്. ഈച്ചയോ വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ രോഗങ്ങളൊക്കെ ഈച്ച പരത്തുന്നു. എലിയോ പ്ലേഗ്, എലിപ്പനിയൊക്കെ എലി പരത്തുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളൊക്കെ എങ്ങനെയാ പകരുന്നത്? മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ഭക്ഷണത്തിലൂടെയൊക്കെ, വൃത്തിയും ഒന്നും ഇല്ലാത്ത അന്തരീക്ഷത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ പകരുന്നുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില കല്യാണം പരിപാടികളിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ നിന്നുള്ള ഐസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മഞ്ഞപ്പിത്തം പകർന്നു എന്നൊക്കെ, ആ വെള്ളത്തിലൂടെയൊക്കെയാണ് പകരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയിലുള്ള ചുറ്റുപാടിൽ ജീവിക്കുക, നല്ല വൃത്തിയുള്ള ജലം കുടിക്കുക, നല്ല വൃത്തിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ചെയ്യാനുള്ള പ്രവർത്തനം, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, കുറച്ച് പ്രസ്താവനകൾ. ഇതിനെ നല്ല വൃത്തിയുള്ള ശുചിയുള്ള ഒരു സ്ഥലത്തുള്ളതും ശുചിയില്ലാത്ത സ്ഥലത്തുള്ളതുമായിട്ട് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് കോളം തിരിച്ച് എഴുതണം. വൃത്തിയുള്ള നാട്, വൃത്തിയില്ലാത്ത നാട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചപ്പുചവറുകൾ കുന്നുകൂടി കിടക്കുന്നു, മലിനജലം കെട്ടിക്കിടക്കുന്നു, ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ, മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഇല്ല, വീടും പരിസരവും വൃത്തിയാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല, മാംസാവശിഷ്ടങ്ങൾ പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നു, മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നല്ല നാട്, ശുചിത്വമുള്ള നാട്ടിൽ എഴുതേണ്ടതൊക്കെ ഞാൻ റെഡിങ് കൊണ്ട് ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ, അത് നല്ല നാട്, നല്ല നാട് അല്ലെ, ശുചിത്വമുള്ള നാട്ടിലുള്ള ജനങ്ങളുടെ പ്രത്യേകതയാണ്. മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, നല്ല ശുചിത്വമുള്ള നാട് അല്ലെ. ദെൻ ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെയോ മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 5 എണ്ണമാണ് നല്ല നാട്, ശുചിത്വമുള്ള നാട് എന്നതിൽ വരിക. ബാക്കിയൊക്കെ ശുചിത്വമില്ലാത്ത, വൃത്തിയില്ലാത്ത നാട് എന്ന കോളത്തിൽ എഴുതാനുള്ളതാണ്. എല്ലാവരും ഇന്നത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.